ഹായ് ഫ്രണ്ട്സ്, റസൂസ് ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കറ്റാർ വാഴയെ കുറിച്ചാണ്. കറ്റാർ വാഴയുടെ ഗുണഗണങ്ങൾ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. എന്നിരുന്നാൽ പോലും പലർക്കും കറ്റാർ വാഴ നടുമ്പോൾ അത് മുളയ്ക്കുന്നില്ല, അതല്ലെങ്കിൽ കുറച്ചുനാളെ നിൽക്കുന്നുള്ളൂ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്നില്ലേ. കുറച്ചുനാൾ നല്ല വളർന്ന കറ്റാർ വാഴ കൊണ്ട് നട്ടാൽ പോലും അത് പെട്ടെന്ന് തണ്ട് ചീഞ്ഞ് നശിച്ചു പോകുന്നു. ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാനും അത് എങ്ങനെ നല്ല രീതിയിൽ വളർത്താം എന്നൊക്കെയാണ്. പിന്നെ കഴിയുമെങ്കിൽ എല്ലാവരും വീടുകളിൽ കറ്റാർ വാഴ നടുക. കാരണം ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു ഒറ്റമൂലി കറ്റാർ വാഴയിൽ നിന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ. പ്രധാനമായും ഒത്തിരി ആൾക്കാർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് പലതരത്തിലുള്ള ത്വക്ക് രോഗങ്ങൾ. ഈ പലതരത്തിലുള്ള ത്വക്ക് രോഗങ്ങൾക്കെല്ലാം കറ്റാർ വാഴയുടെ ജെൽ വളരെ അധികം ഫലപ്രദമായി നമുക്ക് ഉപയോഗിക്കാൻ. ചെറിയ രീതിയിലുള്ള ത്വക്ക് രോഗങ്ങൾക്കൊക്കെ നമുക്ക് കറ്റാർ വാഴയുടെ ജെല്ല് വളരെ നന്നായി തന്നെ ഉപയോഗിക്കാം. കറ്റാർ വാഴയുടെ ജെല്ലും കുറച്ച് വാസലിനും കൂടി ചേർത്ത് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ വളരെ വേഗത്തിൽ തന്നെ ത്വക്ക് രോഗങ്ങൾ ചെറിയ തോതിലൊക്കെ തന്നെ മാറുന്നതായി കാണാം. പെട്ടെന്ന് മാറിയില്ല എങ്കിലും 1-2 ആഴ്ചക്കുള്ളിൽ തന്നെ അത് പൂർണ്ണ. കറ്റാർ വാഴയുടെ ജെല്ലി എന്താവശ്യത്തിന് നമ്മൾ എടുത്താലും അതിൽ നിന്ന് വരുന്ന ഒരു മഞ്ഞ ദ്രാവകം അത് നല്ല രീതിയിൽ കഴുകിക്കളയേണ്ടതാണ്. കുറച്ചു നേരം ഒരിടത്ത് വച്ച ശേഷം അതിലെ മഞ്ഞ ദ്രാവകം പൂർണ്ണമായും മാറ്റിയ ശേഷം മാത്രമേ നമ്മൾ മറ്റ് ഏത് കാര്യത്തിലും കറ്റാർ വാഴയുടെ ജെല്ലി ഉപയോഗിക്കൂ. ഏത് കാലാവസ്ഥയിലും നമുക്ക് കറ്റാർ വാഴയെ അതുപോലെ തന്നെ സംരക്ഷിച്ച് നിർത്താൻ കഴിയും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പെൺകുട്ടികളുടെ വളരെ വലിയ ആഗ്രഹമായിരിക്കും ഇടതൂർന്ന നല്ല തലമുടി ഇടകൾ. ആ തലമുടി ഇടകൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ഘടകം തന്നെയാണ് കറ്റാർ വാഴ. കറ്റാർ വാഴയുടെ ജെല്ല് ഉപയോഗിച്ചുള്ള എണ്ണ തിളപ്പിച്ച് തലയിലേക്ക് ചെറു ചൂടോടുകൂടി തേച്ചാൽ തന്നെ നമ്മുടെ തലമുടിയുടെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾ മാറുകയും നല്ല കരുത്തോടുകൂടി തന്നെ തലമുടി വളരുകയും. വൈറ്റമിനുകളായി A, C, E എന്നിവയുടെ ശക്തമായ സാന്നിധ്യവും ആന്റി ഓക്സിഡന്റുകളും ഒക്കെ ധാരാളം അടങ്ങിയതാണ് നമ്മുടെ ഈ കറ്റാർ വാഴ. വിറ്റാമിൻ B12, ഫോളിക് ആസിഡ്, കാൽസ്യം, മഗ്നീഷ്യം, സിങ്ക് എന്നിവ ഉൾപ്പെടുന്ന ധാതുക്കളും ഈ കറ്റാർ വാഴയ്ക്കകത്ത് ഉണ്ട്. കറ്റാർ വാഴ കുടലിന്റെ ആരോഗ്യത്തിന് ഗുണം ചെയ്യും. ഇതിന്റെ ജെല്ലും ജ്യൂസും ദഹനത്തിന് സഹായിക്കുകയും മലബന്ധം കുറയ്ക്കുകയും ചെയ്യുന്നു. പതിവായി ഉണ്ടാകുന്ന മലവിസർജന പ്രശ്നങ്ങൾ ലഘൂകരിക്കാനായി കറ്റാർ വാഴ ഗുളികകൾ ധാരാളമായി സഹായിക്കുന്നു. ഒത്തിരി ഗുണഗണങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് മാത്രം കാര്യമില്ല. കറ്റാർ വാഴയെ നല്ല രീതിയിൽ പരിപോഷിക്കുവാൻ നമുക്കെല്ലാവർക്കും കഴിയണം. ചെറിയ രീതിയിൽ ഉണ്ടാകുന്ന തൈകൾ, അതായത് നമ്മളിപ്പോൾ ഒരു വലിയ കറ്റാർ വാഴ ഉണ്ടെങ്കിൽ ആ കറ്റാർ വാഴയുടെ തണ്ടിൽ നിന്ന് തന്നെ ധാരാളം ചെറിയ ചെറിയ തൈകൾ മുളയ്ക്കുന്നതാണ്. അല്ലെങ്കിൽ അതിന് ചുറ്റും തന്നെ ചെറിയ തൈകൾ മുളയ്ക്കും. ആ ചെറിയ തൈകളെ നമ്മൾ മറ്റൊരു ചെറിയൊരു പാത്രത്തിലോ അല്ലെങ്കിൽ ചെറിയൊരു സ്ഥലത്തേക്ക് മാറ്റി നടുകയോ ചെയ്യാവുന്നതാണ്. മണ്ണ് നന്നായി ഒരുക്കിയ ശേഷം അവിടേക്ക് നടുന്ന ചെറിയ കറ്റാർ വാഴ തൈകൾ വളരെ അധികം സൂക്ഷിച്ചു നൽകുക. കാരണം അതിൽ നിന്ന് കുറച്ച് ഇലകൾ വരുന്നത് വരെ അത് വളരെ അധികം സൂക്ഷിക്കണം. പ്രത്യേകിച്ച് നമ്മൾ നടുന്ന സമയത്ത് കറ്റാർ വാഴയുടെ വേരുകൾ കുറച്ച് മുകളിലേക്ക് തന്നെ ഇരിക്കാനായി പ്രത്യേകം ശ്രദ്ധിക്കുക. കറ്റാർ വാഴ വളരുന്നതിനനുസരിച്ച് ചുവടിലേക്ക് കുറച്ച് മണ്ണുകൾ ഇട്ടുകൊടുത്താൽ മതിയാകും. അല്ലാതെ ഒരുപാട് താഴ്ത്തി നമ്മൾ നട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ മണ്ണുകൾ കറ്റാർ വാഴയുടെ മുകളിലേക്ക് വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിന്റെ ഇലകൾ വാടിപ്പോകുകയും അല്ലെങ്കിൽ ചീഞ്ഞു പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് കറ്റാർ വാഴകൾ പെട്ടെന്ന് നശിച്ചു പോകുന്നതിന് കാരണം. നമ്മളൊരു കറ്റാർ വാഴയുടെ തൈ വാങ്ങിക്കൊണ്ടുവന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കുക. കറ്റാർ വാഴയുടെ കുറച്ച് വേരുകൾ അല്ലെങ്കിൽ ഒരു തണ്ട് കുറച്ച് പൊക്കി നടുക. പൊക്കി നടുന്ന സമയത്ത് നമുക്ക് തോന്നും അത് ഇത്ര പൊക്കി നട്ടാൽ അത് രക്ഷപ്പെടുമോ എന്ന്. പക്ഷെ നമ്മൾ അങ്ങനെ നട്ടില്ല എങ്കിൽ കറ്റാർ വാഴ വളരെ വേഗം മണ്ണ് അതിന് മുകളിലേക്ക് വീണ്, പ്രത്യേകിച്ച് മഴയോ എന്തെങ്കിലും പെയ്തു കഴിഞ്ഞാൽ മണ്ണ് അതിന് മുകളിലേക്ക് വരികയും അത് പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകുന്നതായി കാണാം. പ്രത്യേകിച്ച് ഒരു തുള്ളി മണ്ണ് പോലും അതിന് മുകളിലേക്ക് വരാതിരിക്കാൻ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ വളർന്നു വരുന്ന കറ്റാർ വാഴ എങ്ങനെ ശ്രദ്ധിക്കണമെന്ന് ചോദിച്ചാൽ അതിന് ചുറ്റും വള്ളി പടർന്നു കിടക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിന് ചുറ്റും പിണഞ്ഞിരിക്കുന്ന രീതിയിൽ യാതൊരുവിധ സസ്യജന്തുക്കളെയോ അല്ലെങ്കിൽ സസ്യജാലങ്ങളെയോ യാതൊന്നും അതിന് ചുറ്റും പ്രത്യേകിച്ച് നടാതിരിക്കുക. നട്ടുകഴിഞ്ഞാൽ തന്നെ കുറച്ചൊരൽപ്പം അതിന് കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിൽ കുറച്ചൊന്ന് അകത്തി നടുക.
അങ്ങനെ നടുമ്പോൾ കറ്റാർ വാഴയ്ക്ക് നല്ല രീതിയിൽ ഇലകൾ വിരിയിച്ച് നല്ല രീതിയിൽ അത് പൊങ്ങി വരുന്നതായി കാണാം. ഇങ്ങനെ വരുന്ന ഇലകൾ നല്ല കരുത്തോടെയും നല്ല വളർച്ചയോടും കൂടി വളരും. ഇല്ല എങ്കിൽ നമ്മൾ അതിനിടയിലേക്ക് തിങ്ങി നിറയുമ്പോൾ ആ കറ്റാർ വാഴ ഇലകൾക്ക് കുറച്ച് രീതിയിൽ ചെറിയ രീതിയിൽ ഒരു ഞെരുക്കം വരികയും അവയ്ക്ക് ചെറിയ രീതിയിലുള്ള വണ്ണക്കുറവും ചെറിയ രീതിയിലുള്ള ഒരു പോഷകക്കുറവും ഒരു രീതിയിലുള്ള വളപ്രയോഗവും കറ്റാർ വാഴയ്ക്ക് ആവശ്യമില്ല. നല്ല വളക്കൂറുള്ള മണ്ണിൽ അല്ലെങ്കിൽ ഏതുതരം മണ്ണിലാണെങ്കിലും കറ്റാർ വാഴ നടുക. അതിന് പ്രത്യേകിച്ച് യാതൊരു ജീവജാലങ്ങളും അതിന് ശല്യം ചെയ്യാത്ത രീതിയിൽ നല്ല രീതിയിൽ നട്ടുവെക്കുക. പിന്നെ പോരാഞ്ഞിട്ട് മണ്ണൊന്നും അതിന് മുകളിലേക്ക് വീഴാതെ നോക്കുക. ഇത്തരം ചെറിയ ചെറിയ പരിചരണങ്ങൾ മാത്രം കൊടുത്താൽ പോലും നല്ല രീതിയിൽ ഉഷാറായി നമുക്ക് കറ്റാർ വാഴ വളർന്നു. കറ്റാർ വാഴ നടുന്ന രീതി എല്ലാവർക്കും മനസ്സിലായി എന്ന് തോന്നുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും നല്ല നല്ല വീഡിയോസുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വരുന്നതാണ്.